ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് UK നല്ല കാറ്റും പിന്നെ മഴയൊക്കെയാണ്. ചെറുതായിട്ട് ഒരു ചെറിയ പനിക്കോള് പിടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് മത്തിക്കറിയാണ്. ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് 1 കിലോ മത്തിയാണ് എടുക്കുന്നത്. ചെറിയ മത്തി നല്ല രീതിയിൽ കഴുകി റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി. അതിലേക്ക് നമുക്കൊരു 50 ml ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി. നമുക്ക് ഇച്ചിരി ഉലുവ ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സബോള നീളത്തിലരിഞ്ഞത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇച്ചിരി മസാല ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ള് കാശ്മീരി മുളക് പൊടി. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇളക്കി മസാല ഒന്ന് ചെറുതായിട്ട് വേവിച്ചാൽ മതി. മസാലയുടെ ആ വെന്ത് കഴിയുമ്പോൾ മണം നമുക്ക് അറിയാൻ പറ്റും. അതിലേക്ക് നമ്മളൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ച 4-5 കുടംപുളി വെള്ളം കൂടി ഒഴിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഉപ്പ് പാകത്തിന് വിതറി കൊടുക്കാം. ചെറുതായിട്ട് വെള്ളം ഒന്ന് തിളച്ചു. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ, ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് മിൽക്കാണ്. അപ്പം അല്ലാതെങ്കിൽ നമുക്ക് ഒരു ഫുൾ തേങ്ങ നല്ല രീതിയിൽ അരച്ച് നമുക്ക് ലായനിയാക്കാവുന്നതാണ്. കാരണം ഇവിടെ UK കൂടുതലും നമുക്ക് ഇതുപോലത്തെയാണ് അവൈലബിൾ. കാരണം തേങ്ങയൊക്കെ മേടിച്ച് അരച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇരട്ടിപ്പണിയാണ്. ഒന്ന് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കാം. നല്ല രീതിയിൽ തിളച്ചു. നമുക്ക് മീനങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് തിളച്ച് വേകാൻ വേണ്ടി അനുവദിക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. നല്ല രീതിയിൽ വെന്ത് സെറ്റായി. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഉണ്ടോ, ആ കറിയൊക്കെ അങ്ങ് കുറുകി ചാള. ഇനി നമ്മൾ ഇച്ചിരി കടുക് താളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി. നമുക്ക് ഇച്ചിരി കടുക് ഇടാം. കടുക് പൊട്ടി. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടാം. നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ചേർത്ത് മത്തിക്കറി. വാവ്! ഈ മത്തിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പുളിയും ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ ഇറങ്ങി. വാവ്! ഇനി ഒരു 1/2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിയുമ്പം ഇച്ചിരി തണുക്കും, ഇച്ചിരി ഒന്ന് കുറുകും. അപ്പം വാവ്, ചോറിൻ്റെ കൂടെ അടിക്കാൻ പറ്റിയ സാധനം. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.